വിക്രത്തിൻ്റെ മടങ്ങിവരവിൽ സന്തോഷിക്കുന്ന അച്ഛനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തും ചോബിയും മറ്റു പോലീസുകാരും കളിച്ച കളി കാരണം വിക്രത്തിൻ്റെ 5 വർഷമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, ജയിലിനകത്താകുന്നത്, അടയ്ക്കപ്പെടുന്നത് എന്ന് കാണാം. നിരന്തരമായി നമ്മുടെ അച്ഛനും അമ്മയും വിക്രത്തെ സന്ദർശിക്കുന്നുണ്ട് എന്നും കാണാൻ സാധിക്കും. അപ്പോഴും വിക്രത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവരോട് ചോദിക്കാൻ. എങ്കിലും അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി വിക്രം തൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങളെല്ലാം തൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുന്നൊരു കാഴ്ച, ഒതുക്കി വയ്ക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയം അച്ഛനാണെങ്കിൽ എന്താ മോനെ നിൻ്റെ മനസ്സിൽ, എന്താ നിനക്ക് പറയാനുള്ളത് എന്നിങ്ങനെ പലതവണ ചോദിക്കുന്നുണ്ടെങ്കിലും വിക്രമാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ വിക്രം ജയിലിൽ നിന്നും മോചിതനാകുന്നത്, വിക്രത്തിന് ജാമ്യം ലഭിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ ജാമ്യം ലഭിച്ച വിക്രമാണെങ്കിൽ ആദ്യം തന്നെ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നതും വീട്ടിൽ വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നതും കാണാനായിട്ട് കഴിയും. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നതാണ് കാണാൻ സാധിക്കുക. മോനെ, നീ എന്തായാലും ജാമ്യത്തിൽ പുറത്തിറങ്ങിയല്ലോ, ഇനി നമുക്ക് വേദമോളെയും കൂടി കണ്ടെത്തണമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അതെ അച്ഛാ, വേദയെ കണ്ടെത്തണം, അന്വേഷിക്കണമെന്ന് കരുതി തന്നെയാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയും.